ജോലി തേടുന്നതിനായി ഉപയോഗിക്കുന്ന ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ് ലിങ്ക്ഡ്ഇൻ. ഏറെ പ്രചാരമുള്ള ഈ തൊഴിൽ സംബന്ധിയായ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെയും വലിയ രീതിയിൽ ഓൺലൈൻ തട്ടിപ്പുകൾ നടക്കുന്നതായാണ് അധികൃതർ വെളിപ്പെടുത്തുന്നത്. ഓൺലൈൻ തട്ടിപ്പുകൾ പല വിധത്തിലാണ് ഇക്കാലത്ത് നടക്കുന്നത്. നമ്മൾ പോലും അറിയാതെ നമ്മുടെ വിരൽത്തുമ്പിലൂടെയാണ് പണവും മറ്റും തട്ടിപ്പുകാർ അപഹരിക്കുന്നത്. പണം മാത്രമല്ല, വ്യക്തിപരമായ വിവരങ്ങളും ഇത്തരക്കാർ ചോർത്തിയെടുക്കുന്നുണ്ട്. പോലീസും ഭരണകൂടവും പലതവണ മുന്നറിയിപ്പ് നൽകിയാലും ചിലർ തട്ടിപ്പിൽ നിരന്തരം പെട്ടുകൊണ്ടേയിരിക്കും. തട്ടിപ്പുകാരെ പിടിച്ചാലും പല രൂപത്തിലും പല ഭാവത്തിലും അവർ വീണ്ടും വീണ്ടും നമുക്കിടയിൽ പൊന്തി വന്നുകൊണ്ടേയിരിക്കുകയാണ്. തട്ടിപ്പിനായി അവർ പുതിയ തലങ്ങൾ കണ്ടുപിടിക്കുകയും ചെയ്യുകയാണ്. സാധാരണയായി വാട്സ്ആപ്പ്, ഫേസ്ബുക്ക് പോലെയുള്ള സോഷ്യൽ മീഡിയ ആപ്പുകളെയാണ് തട്ടിപ്പുകാർ ആശ്രയിക്കുന്നതെങ്കിൽ ഇപ്പോൾ ജോലി തിരയുന്ന പ്ലാറ്റ്ഫോമായ ലിങ്ക്ഡ്ഇനിലും അവർ പിടിമുറുക്കുന്നതായാണ് വിവരം. ജോലി തിരയുന്ന പ്രൊഫഷണലുകളെയാണ് ഇവർ പ്രധാനമായും ലക്ഷ്യമിടുന്നത്. വെബ്3, ക്രിപ്റ്റോ കറൻസി മേഖലകളിൽ സാധ്യതകൾ തേടുന്നവരാണ് ഇവരുടെ പ്രധാനപ്പെട്ട ഇരകൾ. തട്ടിപ്പുകാർ ജോലി ഒഴിവുകൾ ലിങ്ക്ഡ്ഇനിൽ ആദ്യം പോസ്റ്റ് ചെയ്യും. തുടർന്ന് ജോലി ആവശ്യമുള്ളവർ ബന്ധപ്പെടുമ്പോൾ ഗ്രാസ് കോൾ എന്ന വീഡിയോ കോൾ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനും വീഡിയോ കോളിൽ വരാനും തട്ടിപ്പുകാർ ആവശ്യപ്പെടും. എന്നാൽ ഇത് വലിയ ചതിയാണ്. ഇതിലൂടെ നമ്മുടെ ഫോണുകളിലേക്കോ സിസ്റ്റത്തിലേക്കോ ആക്സസ് ലഭിക്കുന്ന മുറയ്ക്ക് തട്ടിപ്പുകാർ നമ്മുടെ എല്ലാ വിവരങ്ങളും ചോർത്തിയെടുക്കും. വ്യക്തിപരമായ വിവരങ്ങൾ, ബാങ്ക് ഡീറ്റെയിൽസ് തുടങ്ങിയവയാണ് ചോർത്തപ്പെടുക. ഇതുവരേക്കും 100 കണക്കിന് ആളുകളെ സംഘം പറ്റിച്ചതായും അവരുടെയെല്ലാം പണം നഷ്ടപ്പെട്ടതായുമാണ് വിവരം. മാക്, വിൻഡോസ് സിസ്റ്റങ്ങളെയും ബാധിക്കാവുന്ന തരത്തിലാണ് ഈ ഗ്രാസ് കോൾ എന്ന മാൽവെയർ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ലിങ്ക്ഡ്ഇൻ, വെൽഫൗണ്ട്, ക്രിപ്റ്റോ ജോബ്സ് ലിസ്റ്റ് എന്നീ പ്ലാറ്റ്ഫോമുകളിൽ വ്യാജ ജോലി ഒഴിവുകൾ പോസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഇവർ തട്ടിപ്പുകൾ ആരംഭിക്കുന്നത്. ചെയിൻ സീക്കർ എന്ന വ്യാജ കമ്പനിയുടെ പേരിലാണ് ഇവരുടെ പ്രവർത്തനം. ആളുകളെ വിശ്വസിപ്പിക്കാനായി എക്സ് അക്കൗണ്ട്, വെബ്സൈറ്റ് പോലെയുള്ള എല്ലാ സന്നാഹങ്ങളും ഇവർ ഒരുക്കിയിരിക്കും. അതിനാൽ തന്നെ പരിചയമില്ലാത്ത ആപ്പുകൾ, സോഫ്റ്റ്വെയറുകൾ എന്നിവ ഇൻസ്റ്റാൾ ചെയ്യരുതെന്നാണ് അധികൃതർ നൽകുന്ന കർശന മുന്നറിയിപ്പ്.